പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരെയും ഇതിൽ പങ്കുചേരുന്നവരെയും കർത്താവായ യേശു അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ എന്നോട് ഒരു വൈദികൻ സംസാരിച്ച ഒരു സംഭവ കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വചനം പങ്കുവയ്ക്കുക. ആദ്യം കേട്ടപ്പോൾ വളരെ സാധാരണമാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചനങ്ങളിലൂടെ ഞാൻ വീണ്ടും കടന്നു പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ വചനവും ആ കഥയും വീണ്ടും ഒന്നും കൂടെ ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണെന്ന്. അച്ഛാ, കേറി വാ, ഇരിക്കൂ. അച്ഛാ, ഒരു 7 ദിവസത്തെ കുർബാന ചെല്ലണം, അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി. ചേട്ടാ, വിഷമിക്കാതെ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ഇന്ന് ചേട്ടത്തി പോയി, നാളെ നമ്മളൊക്കെ പോകേണ്ടവരാ. എന്നാലും എന്റെ വില അവളായിരുന്നു, അത് നഷ്ടപ്പെട്ടു. കർത്താവിന് എന്നെ കൂടി അങ്ങ് കൊണ്ടുപോകാൻ മേലായിരുന്നോ? ചേട്ടാ, ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. ചേട്ടത്തി നല്ലോണല്ലേ ജീവിച്ചത്, അതുകൊണ്ട് സ്വർഗത്തിലായിരിക്കും. എനിക്ക് നല്ല ഉറപ്പാ. ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മാലാഖ സ്വർഗത്തിലുണ്ട്. വിഷമിക്കാതെ. അവളുടെ ആഗ്രഹങ്ങൾ എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തു, ഒന്നൊഴികെ. അവള് വയ്യാതെ കിടന്നപ്പോ മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതാ. പക്ഷേ പറഞ്ഞ പോലെ ടോണി എന്തേ? അവന് ലീവില്ലാന്ന്. അമ്മയുടെ കുഴിമാടത്തിൽ വന്ന് കണ്ടോളാന്ന്. എന്തിനാ അച്ഛാ ഇങ്ങനെയുള്ള മക്കള്? ഒന്നേ ഉള്ളൂന്ന് വിചാരിച്ച് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതാ. എന്നിട്ടിപ്പോ അതെന്തായാലും ടോണി കാണിച്ചത് മോശമായി. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. എല്ലാം എന്റെയും അവളുടെയും തെറ്റാ. ചേട്ടൻ എന്തായി പറഞ്ഞു വരുന്നേ? പറയാ അച്ഛാ, എല്ലാം പറയാം. അവനൊറ്റ മോനായതുകൊണ്ട് ഒത്തിരി കൊഞ്ചിച്ചു ലാളിച്ച് വളർത്തി. പുറത്തോട്ട് അവന് ഞങ്ങൾ ഇറക്കില്ലായിരുന്നു. എന്തായി പറയുന്നേ? അതെ അച്ഛാ, ഞങ്ങൾ അവനെ കളഞ്ഞത്. കുർബാനയ്ക്ക് കൂടാൻ അവന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതും ഞങ്ങൾ തടഞ്ഞു. സമൂഹത്തിലെ ഒരു കാര്യത്തിലും ഞങ്ങൾ അവനെ വിട്ടില്ല. അവന്റെ ലോകത്ത് ഞാനും അവന്റെ അമ്മയും മാത്രമായിരുന്നു. അവൻ വളർന്നു.
അമ്മേ, എന്താ മോനെ? പള്ളിയിൽ നിന്ന് കൊച്ചച്ഛൻ വിളിച്ചിരുന്നു. എന്താ കാര്യം? അമ്മ അറിയില്ലേ വടക്കേല ഔസേപ്പേട്ടനെ? അറിയാം. അയാളുടെ മകൻ ചാക്കോച്ചന് ഒരു വീട് വെച്ചു കൊടുക്കുക എല്ലാവരും കൂടെ. പാവങ്ങളമ്മേ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവേടാ? അമ്മേ, പിള്ളേരെല്ലാവരും ഉണ്ട്. കട്ട ചുമക്കാനാ. കൊച്ചച്ഛൻ ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടെ പോയിക്കട്ടെ? അതൊന്നും വേണ്ട. പ്ലീസ് അമ്മേ, എല്ലാവരും ഉണ്ട്. അത് ശരിയാവത്തില്ല. അവിടെയൊക്കെ വെയിലായിരിക്കും, നിനക്ക് തലവേദനിക്കും. ഒരു കാര്യത്തിന് എന്നെ എന്ത് വിടാത്തെ? നീ ഞങ്ങൾക്ക് ഒറ്റ മാനായതുകൊണ്ടാ. ഞാൻ അച്ഛനോട് എന്തു പറയും? അച്ഛന്മാർക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? അമ്മേ പ്ലീസ്. ടോണി അകത്ത് പോയിക്കേ. നീ അങ്ങനെ മദർ തെരേസയൊന്നും ആവണ്ട. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അതെന്താ അങ്ങനെയൊക്കെ ചെയ്തത്? അതാ ഞങ്ങൾ ചെയ്ത തെറ്റ്. സമൂഹത്തിൽ ഒരു കാര്യത്തിനും ഞങ്ങൾ അവനെ വിട്ടില്ല. അവനപ്പോ കൂട്ടുകാരാരുമില്ലായിരുന്നോ? അതിനൊന്നും ഞങ്ങൾ സമ്മതിച്ചില്ല. വീട് വിട്ട സ്കൂൾ, സ്കൂള് വിട്ട വീട്, അങ്ങനെയാ ശീലിപ്പിച്ചത്. പിള്ളേരെ അങ്ങനെയൊന്നും വളർത്തരുത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ കഥ കേൾക്കുന്ന ആരെങ്കിലും മാറ്റി ചിന്തിക്കട്ടെ. എന്നിട്ട് പിന്നീട് എന്തുണ്ടായി? അവന് ജോലി കിട്ടി, ബാംഗ്ലൂര്. അവിടുന്ന് ഇടയ്ക്ക് വരും, പിറ്റേ ദിവസം തിരിച്ചു പോവും. അവൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ പുത്തൻ കുർബാനയ്ക്ക് പോലും ഞങ്ങൾ അവനെ വിട്ടില്ല. അതൊക്കെ വല്ലാത്ത മോശമാണ് കേട്ടോ. എല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ചോ, പക്ഷെ വൈകിപ്പോയി. പിന്നെന്താണ് സംഭവിച്ചത്? ആ ഇടയ്ക്കാണ് അവൻ്റെ കല്യാണം നടന്നത്. അവനും ഭാര്യയ്ക്കും ഗൾഫിൽ ജോലിയായി. പിന്നീട് നാട്ടിലോട്ട് വരാതായി. അവൾക്ക് തീരെ വയ്യാത്ത ആ ദിവസം. മോനെ, നീ ഒന്ന് വാടാ. അപ്പച്ച ഒട്ടും സമയമില്ല. അമ്മയ്ക്ക് തീരെ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കഴിഞ്ഞ വർഷം ഞാൻ വന്നു പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നീ കുറച്ച് പൈസ അയച്ചതാ. ഇവിടുത്തെ കാര്യം അപ്പച്ചൻ അറിയാമേലഞ്ഞിട്ടാ. ഒരു പൈസയും ഇല്ലാന്നേ. എടാ, അമ്മച്ചിക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അപ്പച്ച സമയമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് അമ്മച്ചിയോട് പറ. അവൻ കട്ട് ചെയ്തിടേ. എനിക്ക് തീരെ വയ്യാന്ന് അവനോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അവന് തിരക്കാ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? അവനടുത്ത് തന്നെ വരുന്നേ. നീ കണ്ടോ? നമ്മുടെ കുഞ്ഞല്ലേ. കർത്താവിൻ്റെ അടുത്തേക്ക് പോകാറായി എന്നൊരു തോന്നല എനിക്ക്. അങ്ങനെ എന്നെ തനിച്ചേക്ക് പോയുണ്ടല്ലോ. നമുക്ക് നാളെ മരുന്നിന് പോവാം. അവൻ പൈസ അയക്കോ? അവന്റെ കയ്യിലില്ലാന്ന്. പിന്നെ എവിടുന്നാ? ദൈവം തരും. എന്റെ മേരിക്കുട്ടി അവനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. വിഷമിക്കാതെ ചേട്ടാ, എല്ലാം ദൈവഗീതമാണെന്ന് വിചാരിച്ച് സമാധാനിക്ക്. എന്താ അവൻ ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നത്? കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾ അവന് കൊടുത്തു. എന്നിട്ട് അവനെന്താ ഇങ്ങനെ? ചേട്ടാ, നിങ്ങൾ സൗഭാഗ്യങ്ങളെല്ലാം അവന് കൊടുത്തു. പക്ഷേ മനുഷ്യത്വം, സഹജീവികളോടുള്ള കരുണയും പഠിപ്പിച്ചില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അവനിൽ ഇല്ലാതാക്കിയതും നിങ്ങൾ തന്നെയല്ലേ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എന്താണെന്ന് അവൻ അറിയില്ല. അത് നിങ്ങൾ അവന് പഠിപ്പിച്ചില്ല. പിന്നെ എങ്ങനെയാ ചേട്ടാ അവൻ നിങ്ങളോട് സ്നേഹം കാണിക്കുക? അവന് കിട്ടിയതല്ലേ അവന് കൊടുക്കാൻ പറ്റൂ. മക്കളെ വളർത്തുമ്പോൾ സ്വാർത്ഥനായി വളർത്തരുത്. എനിക്കെന്ത് കിട്ടുമെന്നല്ല നാം ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കെന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്നാണ്. എന്താ അച്ഛാ ഞാൻ ചെയ്യേണ്ടത്? തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവിടുത്തെ സ്നേഹത്തിൽ നിറയപ്പെടുവാനും സഹജീവികളോടുള്ള കരുണ അവനിൽ നിറയാനും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് അഴിയാത്ത കെട്ടുകളില്ല. ചേട്ടന്റെ മകൻ ചേട്ടനെ സ്നേഹിക്കുന്നവനാകും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു. ആരോരുമില്ലാത്തവർക്ക് തമ്പുരാൻ കൂട്ടിനുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് സമാധാനമായി പോയി വരും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരണം. വിശുദ്ധ ബലിയിൽ തുടങ്ങുന്ന ജീവിതങ്ങളൊന്നും പാഴായി പോകില്ല. അച്ഛാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത് അവളുടെ കുർബാനയ്ക്കുള്ള പൈസയാ. ഒരു സാധാരണ വീട്ടിലെ പയ്യൻ, അവന് 5 വയസ്സൊക്കെ ആകുന്ന കാലഘട്ടങ്ങളിൽ പള്ളിക്കടുത്താണ് വീട്. സിസ്റ്റേഴ്സൊക്കെ ഓമനിച്ച് വിളിച്ചുകൊണ്ട് ഈ കൊച്ചും ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളിലും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ കരഞ്ഞും ഷാട്ടിയും പിടിച്ചും ജയിച്ചിട്ട് കൊടുത്തൊക്കെ പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ
പറയാൻ തുടങ്ങി, നിനക്ക് പനി പിടിക്കും കൊച്ചെ, നീ പോണ്ട, പള്ളിയിലൊക്കെ എന്നും പോയി പനിയും പിടിച്ച ആശുപത്രി കൊണ്ടുപോകണ്ടേ, നമ്മുടെ പൈസയൊക്കെ ചിലവാകിയല്ലേ, അതുകൊണ്ട് കൊച്ച് പള്ളിയിൽ പോകണ്ട എന്ന് പറയും. പിന്നെ ആ കൊച്ച് പള്ളിയിൽ പോക്ക് നിർത്തി. ആദ്യകുർബാന സ്വീകരിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം ഈ മിടുക്കനായ പയ്യൻ വന്ന് അമ്മയോട് പറഞ്ഞു വെച്ചു, അമ്മേ, ഇടവകയിലെ സിസ്റ്റേഴ്സ് എന്നെ കുർബാനയ്ക്ക് കൂടാൻ തിരഞ്ഞെടുത്തു. അവർ കുർബാന പുസ്തകമൊക്കെ തന്ന് എന്നോട് പറഞ്ഞു, രാവിലെ എന്നും പള്ളി വരണം, കുർബാനയ്ക്ക് കൂടാൻ പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ കുർബാനയ്ക്ക് കൂടാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് അത്യാവശ്യം പഠിക്കാനൊക്കെയില്ലേ, നീ വല്ലതും പഠിക്കുകയൊക്കെ ചെയ്യുക, കുർബാനയ്ക്ക് കൂടുന്നതൊക്കെ പിന്നെ എന്താ, നീ എന്നൊരു അച്ഛനാകാൻ പോവാണോ എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. അവനൊന്നും കൂടെ കരഞ്ഞ് ചോദിച്ചു, കുർബാനയ്ക്ക് കൂടുന്ന നല്ല രസമുള്ള പരിപാടിയല്ലേ, എല്ലാവരും ഉണ്ട്, നീ ഒന്നും പോകണ്ട, കൊച്ചു പോയി വേറെ വല്ല പഠിക്കാൻ നോക്ക്, എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നു, വല്ല പുണ്യവാനാകണോ എന്നൊക്കെ പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. പയ്യൻ പോയില്ല. ഒരു 10-12 വയസ്സുള്ള കാലഘട്ടത്തിൽ ഇടവകയിലെ മിഷൻ ലീഗിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരു വ്യക്തിത്വ പരിശീലന ക്യാമ്പിന് പോകുന്നുണ്ട്. അന്നവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. കൊച്ചച്ഛൻ പറഞ്ഞു, ക്യാമ്പിന് വരണം, 3 ദിവസത്തെ ക്യാമ്പാണ് എന്ന് വീട്ടിൽ ചെന്ന് അമ്മയോടും അപ്പനോടും ചോദിച്ചു. ഇവനെപ്പോഴും ഈ കൊച്ചിൻ്റെ മനസ്സിൽ പള്ളിയോടും സഭയിലെ കൂതാശകളോടും ഇടവകയിലെ സംവിധാനങ്ങളോടൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ അന്നേരം അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, വേറെ ക്യാമ്പിന് പോകുന്നു, വേറെ വല്ല പരിപാടിയില്ലേ, നീ വീട്ടിലിരിക്കടാ, നിനക്ക് ഈ ദിവസം ട്യൂഷൻ പോയല്ലേ, ഈ 3 ദിവസത്തെ ട്യൂഷൻ പോയാൽ എങ്ങനെ ശരിയാവുന്നേ, നീ ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. അവനൊന്നും കൂടെ ചോദിച്ചു, നല്ല ക്യാമ്പാണ്, വ്യക്തിത്വ പരിശീലനത്തിൻ്റെ ക്യാമ്പാണ്, ഇച്ചിരി ദൂരെ പോകണം. പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല, വിട്ടില്ല. ഒരു 15 വയസ്സാകുന്ന കാലഘട്ടത്തിൽ, SLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവൻ വീട്ടിൽ പറഞ്ഞു, മിഷൻ ലീഗിലെ സീനിയർ കുട്ടികളെല്ലാവരും കൂടി ഒരു അനാഥാലയം സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചച്ഛൻ പ്രത്യേകമായി പറഞ്ഞു, നമ്മുടെ അടുത്തുള്ളൊരു വൃദ്ധമന്ദിരമാണ്, പ്രായമായ കുറേ അപ്പാപ്പന്മാരാണ്, നമുക്ക് ഒരു ദിവസം അവരോട് ചിലവഴിക്കണം, അവിടെ പോകണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആ മിറ്റവും പരിസരമൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോകുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഞാനും കൂടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അന്നേരം അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛന്മാർക്ക് ഓരോ പണി, ചുമ്മാ പിള്ളേരെ പുറത്തിറക്കാൻ വേണ്ടിയാണ്, വേറെ പണിയിലാണ്, നീ ഒന്നും പോകേണ്ട കാര്യമില്ല, നീ എന്നെ അതൊക്കെ ചെയ്യണം, മദർ ആകാൻ പോവാണോ, നീ നിൻ്റെ കാര്യമൊക്കെ നോക്കടാ, നിനക്കിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കല്ലേ, നിനക്ക് വല്ല കോച്ചിങ്ങിന് എൻട്രൻസിൻ്റെ കോച്ചിനെ കുറിച്ചല്ല പഠിക്കാൻ തുടങ്ങും, അല്ലേ നീ വല്ല കമ്പ്യൂട്ടറിൽ പോയി പഠിക്കുക, മോൻ പഠിച്ചാലും മിടുക്കനാണ്ടല്ലേ, നിനക്ക് എത്ര മാർക്ക് കിട്ടും, നിനക്കൊക്കെ മിക്കവാറും A+ കിട്ടിയല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, മോൻ പഠിക്കുക, പഠിച്ചാലും മിടുക്കനാണ്, പഠിച്ച പോലെ ജോലിയൊക്കെ എടുക്കണം, എന്നിട്ട് നല്ല പൈസയൊക്കെ കാണും, നീ കണ്ടില്ലേ നമ്മുടെ വീട് കിടക്കുന്നത്, വീടൊക്കെ നന്നാക്കണ്ടേ, നീ അതിനൊന്നും പോകണ്ട. കുറേ നാൾ കഴിയുമ്പോൾ ഒരു 10-20 വയസ്സായി, അവന് +2 കഴിഞ്ഞു, അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്തും അവധിക്ക് വന്നപ്പോൾ ഒരു ദിവസം അമ്മയോടൊക്കെ ചോദിച്ചു, ഇതാ എൻ്റെ കൂടെ സീനിയറായി പഠിച്ച ഒരു പയ്യൻ്റെ പുത്തൻ കുർബാനയാണ്, അവൻ അച്ഛനായി, ആ ചടങ്ങിനൊക്കെ ഞാൻ പൊക്കോട്ടെ, നീ എന്നാ പിന്നെ അച്ഛനാകാൻ പോവാണോ, അതിനൊന്നും ആവശ്യമില്ല, നീ നിൻ്റെ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോക്കോ, നീ അവിടെ പോയി പഠിക്കുക, ഇങ്ങനെ നന്നായി പഠിക്കുക, പഠിച്ച് എത്ര പെട്ടെന്ന് എല്ലാ പേപ്പറും എഴുതിയെടുത്തോണം, മിടുക്കനാണ്, എന്നിട്ട് IELTS പരീക്ഷ എഴുതണം, എന്നിട്ട് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയോ എവിടെയെങ്കിലും പോകണം, നിൻ്റെ കാര്യമൊക്കെ നോക്കാൻ വേണം, ഇങ്ങനെ നാട്ടുകാരൊക്കെ നന്നാക്കി നടന്നാൽ മതിയോ, നാട്ടുകാർ ചടങ്ങിനൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെ ഇവനെ പറഞ്ഞ് അവർ നിരുത്സാഹപ്പെടുത്തി. ഇത് ആ കഥയുടെ 1ാം ഘട്ടം. ഏത് പുറത്ത് പരിപാടിക്ക് പോകണമെന്ന് പറയുമ്പോഴും ആളുകളുമായി ഇടപഴകുന്ന ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോഴും ഈ അപ്പനും അമ്മയും പറഞ്ഞ് അവനോട് പറഞ്ഞു വെച്ച് ചിന്ത, നിൻ്റെ കാര്യം നോക്കാൻ വേറെ ആരാ ഉള്ളേ, നീ നിൻ്റെ കാര്യം നോക്കണ്ടേ, നീ ഇങ്ങനെ നാട്ടുകാരെ നന്നാക്കി നടന്നാൽ മതിയോ, നിനക്ക് പഠിക്കണ്ടേ, നിനക്ക് കോച്ചിങ് ഇല്ലേ, നിനക്ക് എൻട്രൻസ് ഇല്ലേ, മാർക്ക് മേടിക്കണ്ടേ, ജോലി കിട്ടണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, ഇങ്ങനെ ഒരുപാട് മോഹങ്ങൾ അവൻ്റെ കൊടുത്തു. അവൻ്റെ മനസ്സിൽ പൊങ്ങി വന്ന ഓരോ കൊച്ചു നാളങ്ങളെയും ഊതിക്കെടുത്തി. ഇന്ന് ഈ പയ്യൻ നല്ല ജോലിയിൽ ബാംഗ്ലൂരാണ്, അവൻ വിവാഹം കഴിച്ചു, അവൻ 2 മക്കളുമൊക്കെ ആയി, ഇവനൊരു 45 വയസ്സ് പ്രായമാകുന്ന കാലഘട്ടം. ഇവൻ്റെ അപ്പനും അമ്മയും ഇപ്പോൾ പ്രായമായി. ഇവനെ വിളിച്ചു, അമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മ ആശുപത്രിയിലാണ്, പപ്പ മാത്രമേ ആശുപത്രിക്കാൻ ഉള്ളൂ, അതുകൊണ്ട് നിനക്കൊന്ന് വരാവോ. അവനും അവൻ്റെ കുടുംബവും കൂടെ വന്നു. അപ്പം പറഞ്ഞു, മോനെ
മമ്മിയുടെ അടുത്ത് നിൽക്കാൻ ആരുമില്ല, മമ്മിക്ക് സഹായമാണ്, നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാവോ, നിൻ്റെ ഭാര്യയെ നിർത്താവോ? അയ്യോ, അന്നേരം അവർ ചാടി പോകണം. അതൊന്നും പറ്റിയല്ല. കാരണം അവിടെ പിള്ളേർക്ക് ക്ലാസ്സുണ്ട്, ട്യൂഷനുണ്ട്, പിള്ളേരുടെ പഠനം പോകും. അയ്യോ എനിക്ക് പോകണം, ഭാര്യ അന്നേരം പോകണമെന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, പപ്പ ഞാൻ ഒരു ദിവസത്തെ ലീവൊക്കെ എടുത്താൽ വന്നേക്കുന്നത്, കൂടുതൽ ദിവസം നിൽക്കാനൊന്നും പറ്റിയല്ല, എനിക്ക് ജോലി നഷ്ടപ്പെടും, ഞാനില്ലാണ്ട് ആ കമ്പനി മുന്നോട്ട് പോയി. കുറേ നാൾ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവനിപ്പോൾ വിദേശത്തെത്തി. ആ ദിവസങ്ങളിൽ അമ്മ മരിച്ചു. അവൻ പറയും, അയ്യോ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല, ഒരു കാര്യം നിങ്ങളെല്ലാ കാര്യം നടത്തിക്കോ, ഞാൻ നാട്ടിൽ വരുമ്പം അമ്മയുടെ സെമിത്തേരി പോയി പ്രാർത്ഥിച്ചോളാം. ഇന്ന് അച്ഛനോട് ഈ അപ്പൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കഥയാണ്. ഇന്ന് അച്ഛ ഇവനെ ഞങ്ങളെ നോക്കാൻ നേരമില്ല, ഇവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇവൻ്റെ ഭാര്യയും കൊച്ചുങ്ങളും കുടുംബം മാത്രമേ ഉള്ളൂ, ഇവൻ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നില്ല, കഷ്ടപ്പാട് അറിയുന്നില്ല. ഇവന് ഇഷ്ടം പോലെ പണമുണ്ട് അച്ഛാ, അവിടെ ഫ്ലാറ്റുണ്ട്, ഇവിടെ ഫ്ലാറ്റുണ്ട്, കാറുണ്ട്, അതുണ്ട്, പക്ഷേ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആ അച്ഛൻ അടുത്തിരുന്ന് സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കുഞ്ഞുനാൾ തൊട്ട് എന്താ ഈ കൊച്ചിന് കൊടുത്ത ചിന്ത? ഇവന് കൊടുത്ത ചിന്ത എന്താ? മോനെ നിൻ്റെ കാര്യം നീ നോക്കണം, നിനക്ക് അസുഖം വരാൻ നോക്കട്ടെ, നിനക്ക് പരീക്ഷ ജയിക്കണ്ടേ, നിൻ്റെ ട്യൂഷന് വേണ്ടേ, നിൻ്റെ ജോലി വേണ്ടേ, പണം ഉണ്ടാക്കണ്ടേ. ഇതാ ഇവൻ്റെ മനസ്സിലുള്ളത്. സ്വയം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനും അന്ന് തൊട്ടേ നിങ്ങൾ അവനെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇന്നായിട്ട് എങ്ങനെ മാറ്റം ഉണ്ടാവും? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ എന്ത് മൂല്യബോധമാണ് പിൻതലമുറയ്ക്ക് കൊടുക്കുന്നത്? എന്നും പണം ഉണ്ടാക്കണം, എന്നും വീട് വെക്കണം, എന്നും ജോലി ഉണ്ടാക്കണം, എന്നും നന്നായി ജീവിക്കണം. ഈ ഒരു സ്വാർത്ഥതയുടെ ഒരു കുമളയാണ് നമ്മുടെ ചുറ്റും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സ്വാർത്ഥതയുടെ ഒരു മാളത്തിലേക്ക് ഒരു തലമുറയെ നമ്മൾ ഒതുക്കി നിർത്തുക. ഇന്ന് സെൽഫി എന്ന വാക്കൊക്കെ ഒരുപാട് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്താണെന്നൊക്കെ നോക്കണം. തന്നിലേക്ക് തന്നെ ചുരുങ്ങാനുള്ള പ്രവണത, അത് തന്നിലേക്ക് തന്നെ എൻ്റെ കാര്യം എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങണ്ടേ? ഞാൻ ചിലപ്പോഴും ആളുകളുമായി ഇടപെടുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചും സ്വന്തം ചിന്തയിലേക്കും മാത്രം ഒതുങ്ങി പഠിച്ചവർ വലുതാകുമ്പോൾ ആരുടെ ദുഃഖം അവന് പ്രശ്നമല്ല, ആരുടെ നൊമ്പരം അവന് പ്രശ്നമല്ല, വേറെ ഏത് പ്രശ്നം അവന് കാര്യമല്ല, എല്ലാം സ്വന്തം കാര്യം മാത്രം. സ്വന്തം ലാഭത്തിൻ്റെ ഫ്രെയിം വർക്കിൽ കൂടെ മാത്രമേ ലോകത്തെ കാണുന്നുള്ളൂ. എത്ര അപകടകരമായിട്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഒരു സംസ്കാരത്തിലേക്ക് വളരെ ഇൻട്രോവേർട്ടായ അന്തർമുഖമായ ഒരു ശൈലിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും മറ്റു മനുഷ്യരുമായി ബന്ധപ്പെടാനും മറ്റു മനുഷ്യരുമായി സംവേദിക്കാനും അവനുമായി ബന്ധങ്ങൾ പുതുക്കാനുമുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. പണവും ലാഭങ്ങളും മാത്രം ഒന്നാം സ്ഥാനത്ത് വന്നു. പക്ഷേ കർത്താവ് എല്ലാ കാലത്തും ഏറ്റവും ശക്തമായി എതിര് പറഞ്ഞ ചിന്താഗതി ഇതാണ്. നമുക്ക് പണം വേണം, എനിക്കും പണം വേണം, നിങ്ങൾക്കും വേണം. പക്ഷേ പണത്തിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്, മൂല്യങ്ങൾ കൊടുക്കണം. പണവും വിലയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത മനസ്സിൽ കയറിയാൽ നാളെ എല്ലാം വില കൊണ്ട് മാത്രമേ തിരിച്ചറിയുള്ളൂ. വിലയില്ലാത്തതൊക്കെ കളയാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്കും കൊണ്ട് വിലയില്ല, കൊണ്ടേ കളഞ്ഞു വരും. മൂല്യങ്ങൾ പഠിക്കും. യു എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ വിത്ത് വാല്യൂസ്, നോട്ട് വിത്ത് മണി. അതായത് പണം, പ്രൈസ്, ഇതൊന്നും തലേ കയറരുത്. ഇത് വേണമെന്നല്ല. ഇന്ന് എത്രയോ ക്രൂരമായി ചില കുടുംബ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നു. കാരണം എന്താ? പണമില്ല. ഭർത്താവിന് ഗൾഫിലൊക്കെ ആയിരുന്നു എന്ന കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചാൽ ഇപ്പം അയാൾക്ക് ജോലി പോയി നാട്ടിൽ വന്നു. ഇപ്പോൾ ഭാര്യ മൈൻഡ് ചെയ്യില്ല. അയാൾക്ക് വരുമാനമൊന്നുമില്ല, എന്നാ കൂടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ പണമില്ല, ഞാൻ എന്തിനാ നോക്കുന്നത്? അപ്പനമ്മയെ നോക്കിയിട്ട് എന്നാ കിട്ടാനാണെന്നാണ് ചോദിക്കുന്നത്. അതായത് സമ്പത്തിന് വേണ്ടിയുള്ള ഒരു വല്ലാത്ത ആക്രാന്തം, അതാണ് പ്രധാനപ്പെട്ടതെന്ന ചിന്ത കയറി വരിക. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒരു തലമുറയുടെ മനസ്സിലേക്ക് കുത്തിവെക്കേണ്ടത് ഈ ഒരു കാഴ്ചപ്പാട് ഓർത്ത് വെക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. സ്നേഹമെന്നും സേവനമെന്നും ത്യാഗമെന്നും ഒക്കെയുള്ള മൂല്യങ്ങളുണ്ട്. പണം ഒരു മൂല്യമാണ്, പക്ഷെ പണം വേണം. പക്ഷേ മൂല്യങ്ങൾ തലകുത്തി നിൽക്കരുത്.
പണവും സുഖവും ലാഭവും ഒന്നാം സ്ഥാനത്ത് കയറി വരരുത്. ഇത് വേണ്ടെന്നല്ല. ഇന്ന് പലപ്പോഴും കമ്പോള മാർക്കറ്റിലൊക്കെ ഒരുപാട് ആൺകുട്ടികൾ വിവാഹം നടക്കാതെ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? ചെറുക്കന് പണമില്ല, ജോലിയില്ല, കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളുമില്ല. അതായത് പണമുള്ളവന് ജോലിയുള്ളവന് മാത്രമേ ജീവിക്കാൻ അർഹതയുള്ളൂ എന്നൊരു തെറ്റായ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അംഗഹീനർ, മാനസിക രോഗമുള്ളവർ, ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും വൈകല്യമുള്ളവരൊക്കെ ശല്യമാണെന്ന് തോന്നി കൊണ്ടേ കളഞ്ഞാക്കാൻ ചിന്തിക്കണ്ടേ? ലാഭമില്ലാത്തതെല്ലാം കളയുക, ഉപയോഗമില്ലാത്തതെല്ലാം കളയുക എന്നൊരു ഡിസ്പോസിബിൾ കൾച്ചർ കയറി വരിക. ഒരു ചൈനീസ് സ്വഭാവത്തിലേക്ക് മലയാളി മനസ്സ് മാറുക എന്ന് എനിക്ക് തോന്നാറുണ്ട്. തൽക്കാലത്തെ ലാഭം അത് കഴിഞ്ഞാൽ കളഞ്ഞു. അതായത് ബന്ധങ്ങളെ പോലും അപകടകരമായി ഉണ്ടാകുന്ന ഈ ഒരു പ്രവണതയെ തിരിച്ചേണ്ടതുണ്ട്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കഥയിലേക്ക് തിരിച്ചെത്താം. പ്രിയപ്പെട്ടവരെ, ആ അപ്പനും അമ്മയും എന്താണ് ആ കൊച്ചിനെ പരിശീലിപ്പിക്കേണ്ടിയിരുന്നത്? മോൻ പോയി കുർബാനയ്ക്ക് കുടിക്കുക, നല്ലതാ. മോൻ പള്ളിയിൽ പോക്കോ, നല്ലതാ. അവൻ്റെ സ്വാർത്ഥതയുടെ മാളന്ന് പുറത്തിറങ്ങട്ടെ. എന്നും പള്ളിയിൽ പോകുമ്പം കുറേ ആൾക്കാരെ കാണുകയല്ലേ. അവൻ്റേതായ ഒരു ഇടുങ്ങിയ മൂലയിൽ നിന്ന് പുറത്തിറങ്ങണം. അല്ലെങ്കിൽ മോനെ ക്യാമ്പിന് പോക്കോ. ക്യാമ്പിന് പോകുമ്പോൾ എല്ലാവരും കൂടെ ഇടപെടുമ്പോഴൊക്കെ എന്ത് രസമാണ്. അവൻ്റെ വ്യക്തിത്വം വളരുകയാണ്, ഇൻറ്ററാക്ട് ചെയ്ത്. അവൻ ആരോടും മിണ്ടാതിപ്പോൾ ഇവൻ്റെ കാര്യത്തിന് ഒതുങ്ങിപ്പോയി. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ രക്തച്ചൻ പറഞ്ഞൊന്ന് ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഒരു പയ്യൻ നല്ലതാണോ എന്നറിയുന്നത് ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല. അവൻ നല്ലതാണോ എന്നറിയുന്നത് അവൻ പരീക്ഷ ഹാളിൽ നിന്ന് പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴല്ല. അവനെ കളിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും അറിയാം നല്ലതാണെന്നും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവനെല്ലാം വലിച്ചു വാരി മുഴുവൻ തിന്നുമ്പോൾ നോക്കി നിൽക്കും രക്തച്ചൻ. ഇവൻ മറ്റുള്ളവനും കൂടെ ഉണ്ടോ നോക്കുന്നുണ്ടോ? 6 പഴം ഒരു മേശയിൽ, 6 പേർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഈ 6 പഴത്തിൽ ഓരോ പഴം ഓരോരുത്തർക്കുള്ള. ഇവൻ 2 എടുത്താൽ ഒരുവന് നഷ്ടപ്പെടും. മറ്റുള്ളവനേക്കുറിച്ച് ശ്രദ്ധിക്കാതെ 2-3 തിന്നു വരും. അതുപോലെ കളിക്കുന്നു, ബാസ്ക്കറ്റ് കളിക്കുകയാണ്. തട്ടിക്കൊണ്ട് ഒരു കൊട്ടയ്ക്കകത്തോടെ പന്തിടുന്ന കളിയാണ് ബാസ്ക്കറ്റ്. അവന് തന്നെ കൊണ്ടിടാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കളി പന്ത് കൊടുത്ത് പാസ് ചെയ്താണ് അവൻ പോകുന്നത്. അതായത് മറ്റുള്ളവരുമായുള്ള അവൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്? അതാണ് വ്യക്തിത്വ വികസനം. മൈനസ്മാരിലൊക്കെ കളിക്കാനും പണിയെടുക്കാനും അല്ലെ ഭക്ഷണ ഹോളിൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇടപെടുന്നത് അത് വ്യക്തിത്വ പരിശീലനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒറ്റ മുറിയിൽ ഭക്ഷണം കഴിച്ച് ആരോടും ഉണ്ടായത് പുസ്തകം പഠിച്ച് എല്ലാ പ്രാർത്ഥനയും തനിച്ചൊല്ലി അങ്ങനെ വരുന്ന അച്ഛന് ഇടവകയെ വന്നാലും പ്രശ്നക്കാരനാണ്. ആളുകൾ മൈൻഡ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മൂല്യങ്ങളിൽ ആളുകളുമായി മനസ്സിലാക്കാനുള്ള അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും കണ്ണീരുകളും വേദനകളും ഒക്കെ മനസ്സിലാക്കാനുള്ള വളർച്ച എല്ലാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഞാനൊക്കെ ഓർക്കും, കുഞ്ഞുനാളിലൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ മിഠായി കൊണ്ടുവരും. 5-6 മിഠായി ഈ കടലാസ് പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ തരുന്നയാൾ അവൻ്റെ കയ്യിലാണ് കൊടുക്കുന്നെങ്കിലും അമ്മയെന്ന് പറയും, എടാ എല്ലാവർക്കും കൊടുക്കാൻ പറയും. എല്ലാവർക്കും കൊടുക്ക്. ഈ 6 മിഠായി കിട്ടിയത് എനിക്ക് തന്നെ തിന്നാനുള്ളതല്ല. ഇതിൽ ഓരോ മിഠായി അനിയനും കൊടുത്ത്, ചേച്ചിക്കും കൊടുത്ത്, പപ്പായ്ക്കും കൊടുത്ത് ഇങ്ങനെ കൊടുക്കണം. അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാനുള്ള ഒരു പരിശീലനം. അതുകൊണ്ട് തന്നെ വലുതാകുമ്പോഴും എന്തും കൊണ്ടുനടക്കുന്ന മൂല്യബോധങ്ങളിലൊന്ന് ആളുകളെ പരിഗണിക്കണമെന്നായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാതെ എന്ന് എൻ്റെ ലാഭം, എൻ്റെ സുഖം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു പരിശീലനം മനസ്സിൽ കൊടുത്തു കഴിയുമ്പോൾ വലുതായിക്കഴിഞ്ഞാൽ അവൻ അപ്പനെ കാണാൻ വരില്ല, അവൻ അമ്മയെ കാണാൻ വരില്ല, രോഗമാണെങ്കിലും വരില്ല. 10 പൈസ കൊടുക്കുക അവൻ ചിന്തിക്കും, അയ്യോ നഷ്ടമായിപ്പോയില്ലേ. വിദേശത്ത് നിന്നിട്ട് പോലും അയ്യോ പ്ലെയിൻ ടിക്കറ്റ് നഷ്ടമല്ലേ. സെമിത്തേരി ഇപ്പോൾ ഒരു ഒപ്പീസ് ഇല്ല പോരെ. ഇപ്പോൾ അവിടുന്ന് 1 ലക്ഷം രൂപ മുടക്കി വന്നിട്ട് 1 മണിക്കൂർ നേരത്തെ വെച്ച് അവിടെ കാണാൻ വേണ്ടി എന്തിനാണ് വരുന്നത്? അതായത് ലാഭമില്ലാത്തെല്ലാം ഒഴിവാക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഈ പയ്യൻ്റെ മനസ്സ് വളച്ചു വെച്ചത് മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്വരം കേൾക്കുന്ന മാതാപിതാക്കളുടെ മുതിർന്നവർ പറഞ്ഞു വെക്കും, നമ്മുടെ പിന്നാലെ ഒരു തലമുറയെ നമ്മൾ സെൽഫിഷാക്കി മാറ്റരുത്, സെൽഫി സംസ്കാരത്തേക്ക് വളർത്തരുത്. അവരോട് മറ്റുള്ളവരെ കാണാനും മിണ്ടാനും ബന്ധപ്പെടാനും പോകാനും വരാനും എപ്പോഴും നമ്മൾ പ്രേരിപ്പിക്കണം. ഈ ട്യൂഷനും പൈസയും മാത്രമല്ല ജീവിതം, ജോലിയും മാത്രമല്ല ജീവിതം.
പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നോ? സ്വന്തം ലാഭം മാത്രം നോക്കിയാൽ മഹാത്മാഗാന്ധി മഹാത്മാവാകുമോ? അതുകൊണ്ട് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന വചനം വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഒരു ആന്തരിക മേഖലയിലേക്ക് ഒതുങ്ങാനും അന്തർമുഖനായി മാറാനുമുള്ള പ്രലോഭനമുള്ള ഈ കാലഘട്ടത്തിൽ മറ്റു മനുഷ്യരിലേക്ക് കൈകൾ വിരിക്കാനും മറ്റു മനുഷ്യരെ കണ്ണു തുറക്കാനും മറ്റു മനുഷ്യരെ കൈകൾ നീട്ടാനും നമ്മൾ തയ്യാറാകണം. ആ ഒരു മൂല്യബോധത്തിൻ്റെ പരിശീലനം നമ്മുടെ പിൻതലമുറയ്ക്കൂടെ എഡ്യൂക്കേറ്റ് യുവർ ചിൽഡ്രൻ ഇൻ വാല്യൂസ് നോട്ട് ഇൻ ദ സ്പിയർ ഓഫ് മണി എന്ന് ചിന്തിക്കാൻ നിങ്ങളോടൊക്കെ ഞാൻ ആവശ്യപ്പെടുക. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, അവസാനം കുരിശിൽ കൈകൾ വിരിച്ചു കിടന്ന് മരിച്ച നിൻ്റെ വലിയ സമർപ്പണത്തെ ഞങ്ങൾ ഓർക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയെന്നും എല്ലാവർക്കും വേണ്ടിയും എന്ന് പറഞ്ഞ് പങ്കുവെച്ച ശരീരത്തെയും രക്തത്തെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. എന്നിലേക്ക് അതിനെ ചുരുങ്ങുവാനുള്ള എൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും എൻ്റെ എല്ലാ ആസക്തികളെയും അങ്ങ് നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മറ്റുള്ളവരിലുള്ള സ്നേഹവും ബന്ധവും ഉറപ്പിച്ചു തരണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.